അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം. 25 വർഷത്തിന് ശേഷം നമ്മുടെ തൃശ്ശൂർ ഗഡികള് കലോത്സവങ്ങളുടെ സുവർണ കപ്പായിട്ടുള്ള സുവർണ കിരീടം ചൂടിക്കൊണ്ട് തൃശ്ശൂർക്ക് നാളെ വരാണ്. അപ്പൊ തീർച്ചയായിട്ടും തൃശ്ശൂർ ഗഡികളെ നിങ്ങൾക്ക് 1000 അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും നേരാണ്. ഇനിയിപ്പോ നമുക്ക് ഈ 1008 പോയിന്റിലേക്കുള്ള നമ്മുടെ ചാലക്കുടിക്കാരുടെ സംഭാവന എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ചാലക്കുടിക്കാർ മോശമല്ല കേട്ടോ. ഈ 1008 പോയിന്റിലേക്ക് ചാലക്കുടി എന്നുള്ള സ്കൂളുകൾ നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. എനിക്കതിൽ ആദ്യം തന്നെ പറയാനായിട്ടുള്ള ഒരു ബിഗ് ന്യൂസ് എന്ന് പറയുന്നത്, ഈ തൃശ്ശൂർ ജില്ലാ ടീം ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നമ്മൾ ഇടയ്ക്ക് മുന്നോട്ട് പോകും, നമുക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റു ടീമുകളുണ്ട്. അപ്പൊ അവസാന ദിവസം ശരിക്കും ഉദ്യോഗജനകമായിട്ടുള്ളൊരു നിമിഷങ്ങളായിരുന്നു. പക്ഷെ ആ നിമിഷത്തിൽ ഏറ്റവും അവസാനത്തെ 3 പോയിന്റ് വന്നപ്പോഴാണ് നമ്മൾ കൃത്യമായി കിരീടം നേടി എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ആ ലാസ്റ്റ് പോയിന്റ് 3 പോയിന്റ് നേടിയത് നമ്മുടെ ചാലക്കുടിയിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളായിരുന്നു, ചാലക്കുടി ഉപജില്ലയിലെ. ഏതാ സ്കൂൾ എന്നറിയോ? സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്. ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരം, ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തില് 3 പോയിന്റ് കൂടി വീണപ്പോഴാണ് കൃത്യമായിട്ട് തൃശ്ശൂർ ജില്ല 1008 എന്ന് പറയുന്ന ആ വിജയ പോയിന്റിലേക്ക് എത്തിച്ചേർന്നെന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. കുറ്റിക്കാട് സ്കൂളിന് അഭിനന്ദനങ്ങൾ. ഇനി അത് മാത്രമല്ല, കുറ്റിക്കാട് സ്കൂളിന് ഈ പറയുന്ന ഒരു ബി ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് നിർണായകമായിട്ടുള്ളൊരു കിരീടത്തിലേക്ക് വഴിതിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ ക്രിക്കറ്റ് കളിയൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവും. ചേസ് ചെയ്യുമ്പോൾ, ബാറ്റിംഗ് ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ബോള് 6 അടിച്ചാലേ കളി ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 6 അടിച്ച ആൾക്കൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അതാണ് കുറ്റിക്കാട് സ്കൂളിനുള്ള ഈ പോയിന്റ്. ആകെ ടോട്ടൽ മൊത്തം പോയിന്റിൽ കിരീടം നേടിക്കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട് സ്കൂളിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 പോയിന്റ് ഇംഗ്ലീഷ് സ്കിറ്റിലൂടെ നേടി എന്നാണ് എനിക്ക് തൃശ്ശൂർ കലോത്സവത്തിന്റെ ജില്ലാ കൺവീനറായിട്ടൊക്കെ സംസാരിച്ച് പറയാൻ സാധിച്ച. അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ ചാലക്കുടിയുടെ ഉപജില്ലയുടെ അഭിമാനമായിട്ട് മാറിയിരിക്കുന്ന മറ്റൊരു സ്കൂളാണ് നമ്മുടെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കാർമലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയധികം പോയിന്റുകൾ നേടി. ഈ 1008 പോയിന്റില് 3-ാം സ്ഥാനം, 40 പോയിന്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന അഭിമാനകരമായ ഒരു വാർത്ത. ഈ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കാർമൽ ചാലക്കുടിക്ക് നൽകിയിട്ടുള്ള, ജില്ലയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ 3-ാം സ്ഥാനം. അതായത് ഈ 1008 പോയിന്റുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ 1, 2, 3 മൂന്നാമത്തെ സ്കൂൾ. ടോട്ടൽ പോയിന്റിൽ 40 പോയിന്റുകൾ നമ്മുടെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിട്ടുള്ളത്. ചാലക്കുടി കാർമലിന് വേണ്ടി പ്രധാനമായിട്ടും പോയിന്റുകൾ നേടിയ മത്സര ഇനങ്ങൾ ഇതൊക്കെയാണ്. ബാൻഡ് മേള ടീം എ ഗ്രേഡ് നേടിയിട്ടുണ്ട് കാർമലിന് വേണ്ടി. അതുപോലെ തന്നെ തിരുവാതിര മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കാർമൽ സ്കൂൾ ടീം എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ചാക്യാർകൂത്ത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗോവർദ്ധൻ ഉണ്ണി എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. കഥാപ്രസംഗം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗൗരി നന്ദയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്നേഹ മനീഷും എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. വയലിൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിയ ടോം എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. കവിതാ രചന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സാന്റ റോസ് VS എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാലക്കുടി കാർമലിന് തിളക്കമാർന്ന നേട്ടമാണ് സ്വന്തമായിട്ടുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാലക്കുടി കാർമൽ സ്കൂൾ 8 വിവിധ ഇനങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുത്തു. മത്സരിച്ച എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ട് പോയിന്റ് നിലയിൽ ജില്ലാതലത്തിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കുടിയുടെ അഭിമാനമായി മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്കൂൾ പരിയാരം സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ സ്കൂളിലെ പരിചമുട്ടുകളി ടീം എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രംസിന്റെ കലാകാരൻ, നമ്മുടെ ജെഫൈസിനൊക്കെ അഭിമുഖം തന്നിട്ടുള്ള ശ്രീഹരി എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഏതെങ്കിലും ചാലക്കുടിക്ക് വേണ്ടി മറ്റ് സ്കൂളുകൾ ഗ്രേഡുകൾ നേടിയിട്ടുണ്ട്, ചാലക്കുടി ഉപജില്ലയിൽ നേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടണം. എന്തായിരുന്നാലും തൃശ്ശൂർ ജില്ലയുടെ 25 വർഷത്തിന് ശേഷം തൃശ്ശൂർ ജില്ലയുടെ ഈ സ്വർണ്ണ കപ്പ് നേട്ടത്തിൽ ഏറ്റവും അവസാനത്തെ 6 അടിച്ച സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാടിനും ടോട്ടൽ പോയിന്റ് 3-ാം സ്ഥാനം നേടിയ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി 1008 പോയിന്റിൽ 40ഓളം പോയിന്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ താണിക്കിലച്ചനും മത്സരാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം നൽകുന്നു. പരിയാരം സ്കൂളിലെ പരിചമുട്ടുകളി ടീമിനും ഡ്രംസിൽ എ ഗ്രേഡ് നേടിയ ശ്രീഹരിക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. തൃശ്ശൂർ ജില്ലയുടെ സുവർണ നേട്ടത്തിൽ ചാലക്കുടി മാത്രമല്ല കേട്ടോ, പ്രധാനമായും പോയിന്റുകൾ നേടിയ ഒരുപാട് സ്കൂളുകളുണ്ട്. ഏകദേശം 300ഓളം വരുന്ന സ്കൂളുകളാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പോയിന്റുകൾ നേടിയിട്ടുള്ളത്. ആ സ്കൂളിലെ എല്ലാ മത്സരാർത്ഥികൾക്കും, തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി പോയിന്റുകൾ നേടിയ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ചന്ദ്രാപ്പിനിയിലെ സ്കൂൾ ടീമിനും തൃശ്ശൂരിലെ SH സ്കൂൾ ടീമിനും ഒക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. എന്തായിരുന്നാലും തൃശ്ശൂർ ജില്ലയുടെ ഈ സുവർണ കപ്പ് നേട്ടം, ആ നേട്ടത്തിലെ ഏറ്റവും അവസാനം ഇഞ്ചോടിഞ്ച് വന്നപ്പോൾ
അതിൽ പടയ്ക്കാനായിട്ട് ചാലക്കുടി ഉപജില്ലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളും, മൂന്നാമത് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളും ഒപ്പം പരിയാരവും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ഇടപെടൽ. ഗഡികളെ, നിങ്ങൾക്ക് അഭിവാദനങ്ങൾ, അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.